എല്ലാവർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ലോകത്തിലെ പ്രധാനപ്പെട്ട കാലാവസ്ഥാ മേഖലകളുണ്ടല്ലോ. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല, മൺസൂൺ, സാവാന, ഉഷ്ണമരുഭൂമി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. പിന്നെ ഏറ്റവും അവസാനം കാലാവസ്ഥാ മാറ്റവും പഠിക്കാനുണ്ട്. അത്ര വലിയ ചാപ്റ്റർ ഒന്നുമല്ല, നമുക്കൊരു 2-3 പാർട്ടായിട്ട് പഠിച്ചു തീർക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകും എന്താണ് ഈ കാലാവസ്ഥാ മേഖല അല്ലെങ്കിൽ ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. കാലാവസ്ഥാ മേഖല അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, ക്ലൈമറ്റിക് റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? സമാനമായ കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന വിശാലമായ ഭൂപ്രദേശത്തെയാണ് ഒരു കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. സമാന കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെ ഒരേ കാലാവസ്ഥാ മേഖലയായി നമ്മൾ കണക്കാക്കുന്നു. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെയുള്ള ഒരേപോലെ കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന ഒരു സ്ഥലം, അത് നമ്മൾ ഓരോ കാലാവസ്ഥാ മേഖല അല്ലെങ്കിൽ ക്ലൈമറ്റിക് റീജിയനായിട്ട് കണക്കാക്കുന്നു. ഓരോ കാലാവസ്ഥാ മേഖലയെയും താപനില, മഴ, സസ്യജാലങ്ങൾ, ജനജീവിതം എന്നിവ തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. എന്താ അത് ഉദ്ദേശിക്കുന്നത്? അതായത് ആ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ചാണ് അതത് മേഖലകളിലെ ജനജീവിതവും രൂപപ്പെടുന്നത്, അല്ലേ? അതാണ് അവിടെ പറയുന്നത്. ഇനി പ്രധാന കാലാവസ്ഥാ മേഖലകളാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഞാൻ പറഞ്ഞല്ലേ. അല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ 2 നമുക്കിന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയും മൺസൂൺ കാലാവസ്ഥാ മേഖലയും. അത് കൂടാതെയുള്ളതാണ് സവാന, ഉഷ്ണമരുഭൂമി, പിന്നെ മെഡിറ്ററേനിയൻ കാലാവസ്ഥ, മിതോഷ്ണ പുൽമേട്, ടൈഗർ മേഖല, ടൻഡ്ര മേഖല എന്നിവ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഭൂമധ്യരേഖാ മേഖല. ഭൂമധ്യരേഖാ മേഖല എന്ന് പറയുമ്പോൾ വർഷം മുഴുവൻ പെയ്യുന്ന മഴയും ശക്തമായ ചൂടും നിറഞ്ഞ മേഖലയാണ് സിമ്പിളായിട്ട് പറഞ്ഞ ഏത്? ഭൂമധ്യരേഖാ മേഖല എന്ന് പറയുന്നത്. മൺസൂൺ മേഖല എന്ന് പറയുന്നത് ഋതുക്കൾക്ക് അനുസരിച്ച് കാറ്റിൻ്റെ ദിശ മാറുന്ന മേഖലയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയാലോ? ആദ്യം എന്താണ് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ഉള്ളത്? ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തുമായി 10 ഡിഗ്രി വടക്കും 10 ഡിഗ്രി തെക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ശ്രദ്ധിക്കണം, ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായി 10 ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മേഖല ഏതാണ്? ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല. 10 ഡിഗ്രി കേട്ടോ, 2 വശങ്ങളിലുമായിട്ട് 10 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി വർഷം മുഴുവൻ ഉയർന്ന താപനിലയും വായുവിൽ ഉയർന്ന ഈർപ്പവും ഇവിടെ അനുഭവപ്പെടുന്നു. ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ശക്തമായ സംവഹന മഴ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ, എന്താണ് സംവഹന മഴ എന്നുള്ളത്? അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ശക്തമായ സംവഹന മഴ ഈ മേഖലയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇനി ഈ പ്രദേശങ്ങളിൽ വ്യക്തമായ ഒരു ശൈത്യകാലം അനുഭവപ്പെടുന്നില്ല. ശ്രദ്ധിക്കണം, അനുഭവപ്പെടുന്നില്ല എന്നാണ് കേട്ടോ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ ഇത് ചോദിക്കും. ഇനി എവിടെയൊക്കെയാണ് ഇതിന് ഉദാഹരണങ്ങളായിട്ടുള്ളത്? ഏതൊക്കെയാണ്? ആമസോൺ തടം, കോങ്കോ തടം, മലേഷ്യൻ ദ്വീപുകൾ എന്നിവയാണ്. അപ്പോൾ ഭൂമധ്യ രേഖാ കാലാവസ്ഥാ മേഖല ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം, അതുകൊണ്ടാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്യുന്നത്. അതായത് ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായിട്ട് 10 ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിൽ വ്യാപിച്ചിരിക്കുന്ന ആ മേഖലയാണ് നമ്മൾ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. ഇവിടെ എന്താ പ്രത്യേകത? വർഷം മുഴുവൻ ഉയർന്ന താപനിലയും വളരെ ഉയർന്ന തോതിലുള്ള മഴയുമാണ് ഇവിടെ ലഭിക്കുന്നത്. അതായത് നമുക്കറിയാം, സൂര്യരശ്മികൾ വർഷം മുഴുവൻ ഏറെക്കുറെ ഇവിടെ ലംബമായിട്ടാണ് പതിക്കുന്നത്, അല്ലേ? ലംബമായി പതിക്കുന്ന മേഖലയായതുകൊണ്ട് തന്നെ ചൂട് എന്തായിരിക്കും? ചൂട് കൂടുതലായിരിക്കും. അങ്ങനെ ഉയർന്ന വായു സംവഹനത്തിനും സംവഹന മഴയ്ക്കും കാരണമാവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിക്കുന്നത്. ഉയർന്ന താപനിലയും ഉയർന്ന തോതിലുള്ള മഴയും ലഭിക്കുന്നതിനാൽ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ നിത്യഹരിത വനങ്ങളാണ് ധാരാളമായിട്ടും കാണുന്നത്. എന്താണ്? റെയിൻ ഫോറസ്റ്റ്. മഴയും ലഭിക്കുന്നുണ്ട്, കടുത്ത ചൂടുമുണ്ട്. അതുകൊണ്ട് ഏതാണ്? നിത്യഹരിത വനങ്ങൾ അല്ലെങ്കിൽ റെയിൻ ഫോറസ്റ്റ് ആണ് ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞൊരു ബോക്സ് ഉണ്ടല്ലോ, ഏതാണ്? ആമസോൺ തടം. അത് നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആഫ്രിക്കയിലെ കോങ്കോ തടം, തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടം, തെക്ക് കിഴക്കേഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയവയാണ് ഈ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. ഇനി ഇവിടെ
നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് പിഗ്മി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എവിടെയാണ്? ഈ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലാണ് താമസിക്കുന്നത്. അത് ഇവിടെ നമ്മുടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആ ടെക്സ്റ്റിലുണ്ട്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി കഠിനമായ ഈ കാലാവസ്ഥയിൽ ഗോത്ര വിഭാഗങ്ങളായ മനുഷ്യരാണ് പ്രധാനമായും വസിക്കുന്നത്. പിഗ്മിയുടെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ വേട്ടയാടലും വനവിഭവങ്ങൾ ശേഖരിക്കലുമാണ് ഇവരുടെ പ്രധാന ഉപജീവന മാർഗങ്ങൾ. അടുത്ത മേഖലയിലേക്ക് നമ്മൾ പോവുകയാണ്. ഏതാണ്? മൺസൂൺ കാലാവസ്ഥാ മേഖല. മൺസൂൺ കാലാവസ്ഥാ മേഖല നമ്മുടെ രാജ്യമായ ഇന്ത്യ ഉൾപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാലാവസ്ഥാ മേഖലകളിൽ ഒന്ന് ഏതാണ്? മൺസൂൺ മേഖലയാണ് അല്ലേ. ഋതുക്കൾ മാറുന്നതിനനുസരിച്ച് ദിശ മാറി വീശുന്ന ശക്തമായ മൺസൂൺ കാറ്റുകളാണ് ഈ മേഖലയെ, ഈ കാലാവസ്ഥ നിർണ്ണയിക്കുന്നത്. അപ്പോൾ മൺസൂൺ കാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഒന്നും കൂടി നോക്കാം കേട്ടോ. ഇനി നോക്കി എന്താണ് മൺസൂൺ മേഖലയെ പറ്റി പറയാനുള്ളത്. നമുക്കറിയാം, കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ അല്ലേ. അപ്പോൾ ഈ വേനൽക്കാലത്ത് കടലിൽ നിന്ന് കരയിലേക്കും ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്ന് കടലിലേക്കും ഈ കാറ്റുകൾ എങ്ങനെ ഗതി മാറി ഒഴുകും അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വേനൽക്കാലത്തത് കടലിൽ നിന്ന് കരയിലേക്കും ശൈത്യകാലത്ത് കരയിൽ നിന്ന് കടലിലേക്കും. ഓക്കെ. ഇനി മൺസൂൺ കാറ്റുകൾക്ക് നിർണായക സ്വാധീനമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മേഖല എന്ത് വിളിക്കുന്നത്? മൺസൂൺ കാലാവസ്ഥാ മേഖല എന്ന് വിളിക്കുന്നത്. നോക്കിയേ, മൺസൂൺ കാലാവസ്ഥാ മേഖല എവിടെയൊക്കെയാണെന്ന് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ചാർട്ട് നോക്കി കണ്ടോ. ഇവിടെയും ബ്ലൂ ഷെയ്ഡിൽ വരച്ചിരിക്കുന്നതാണ് എവിടെയൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത? പ്രധാനമായും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഈ മേഖല കാണപ്പെടുന്നത്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ് പ്രധാനമായും കാണപ്പെടുന്നത്. കൂടാതെ എവിടെയൊക്കെയുണ്ട്? ആഫ്രിക്ക, അമേരിക്ക, വടക്കൻ ഓസ്ട്രേലിയ എന്നിവയുടെ ചില തീരപ്രദേശങ്ങളിലും ഉണ്ടോ. ഓസ്ട്രേലിയ അമേരിക്ക, അതിൻ്റെയൊക്കെ എവിടെ തീരപ്രദേശങ്ങളിലും ഇത് കാണാൻ പറ്റും. ഈ മൺസൂൺ എന്ന വാക്ക് നമുക്കറിയാം അല്ലേ. മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത് അല്ലേ. എന്താണ്? കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് ആ വാക്കിനർത്ഥം. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ. ഇതാരാണ്? അറബി പണ്ഡിതനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റം ആദ്യമായി നിരീക്ഷിച്ചത്. ആരാണ്? ഹിപ്പാലസ് കേട്ടോ. നമുക്കറിയാലോ ആരാണത്? ഹിപ്പാലസ് ആണ്. ഇനി എന്തൊക്കെയാണ് ഈ കാലാവസ്ഥ, അതായത് മൺസൂൺ കാലാവസ്ഥാ മേഖലയിലെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ദീർഘമായ വേനൽക്കാലം, അതായത് കടുത്ത ചൂടും ഉയർന്ന ഈർപ്പവുമുള്ള ദീർഘമായ വേനൽക്കാലം ഉണ്ടാവുന്നു. പിന്നെയോ ഇവിടുത്തെ ശൈത്യകാലം വളരെ വരണ്ടതും ഹ്രസ്വവുമായിരിക്കും. തീരപ്രദേശങ്ങളിൽ കുറഞ്ഞ താപവ്യത്യാസം, എന്നാൽ ഉൾനാടൻ പ്രദേശങ്ങളിൽ ഉയർന്ന താപവ്യത്യാസവുമാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇനി മഴയുടെ അളവാണെങ്കിലോ ഭൂപ്രകൃതിയും കടലിൽ നിന്നുള്ള ദൂരവുമാണ് ഈ മേഖലയിലെ മഴ നിർണ്ണയിക്കുന്നത്. കേവലം 50 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്ന പീഠഭൂമികൾ മുതൽ 1000 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി പോലുള്ള പ്രദേശങ്ങൾ വരെ എവിടെയുണ്ട്? മൺസൂൺ കാലാവസ്ഥാ മേഖലയിലുണ്ട് അല്ലേ. മൺസൂൺ കാലാവസ്ഥാ മേഖലയിലുണ്ട്. അപ്പം ഇവിടെ എന്താണ്? ആർദ്രവും ദീർഘവുമായ വേനൽക്കാലം. ഇനി ശൈത്യകാലം എങ്ങനെയാണ്? വരണ്ടതും ഹ്രസ്വവും ചെറുതുമായിട്ടുള്ള ശൈത്യകാലവുമാണ് മൺസൂൺ കാലത്തിലുള്ളത്. അത് ഓർത്ത് വയ്ക്കുക. പിന്നെ 50 സെൻറ്റിമീറ്റർ മുതൽ 1000 സെൻറ്റിമീറ്റർ വരെയുള്ള വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഈ മേഖലയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ലോകത്തിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ ഒന്നാണ് ഏത്? ഈ മൺസൂൺ മേഖല എന്ന് പറയുന്നത്. ഇനി നോക്കി, അവിടെയുള്ള വനം ഏതാണ്? ഇലപൊഴിയും വനങ്ങൾ. ജലനഷ്ടം തടയുന്നതിനായി വേനൽക്കാലത്ത് ഇവിടുത്തെ മരങ്ങൾ പൂർണ്ണമായും ഇലപൊഴിക്കുന്നു. വിലയേറിയ തേക്ക്, ഈട്ടി, ചന്ദനം തുടങ്ങിയ പ്രധാന മരങ്ങൾ ഈ വനങ്ങളിലാണ് വളരുന്നത്. മഴയുടെ അളവിനനുസരിച്ച് നിബിഡ വനങ്ങൾ മുതൽ വരണ്ട മുൾക്കാടുകൾ വരെ ഈ കാലാവസ്ഥയിൽ കാണപ്പെടുന്നു അല്ലേ. അങ്ങനെയുള്ള എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി ജനസാന്ദ്രത എങ്ങനെയാണ്? ലോകത്തിലെ ജനസാന്ദ്രത ഏറിയ പ്രദേശമാണല്ലേ. അനുകൂലമായ കാലാവസ്ഥ, ജീവന സാഹചര്യങ്ങളും കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മേഖലകളിൽ ഒന്നാണ് ഇത് മൺസൂൺ കാലാവസ്ഥാ മേഖല. ഇനി സമൃദ്ധമായ മഴയും ഫലഭൂയിഷ്ഠമായ മണ്ണും കാരണം തീവ്ര ഉപജീവന കൃഷി രീതി അഥവാ ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാർഷിക മേഖലയിൽ നിൽക്കുന്നത്. ഏതൊക്കെയാണ്? ഉഷ്ണമേഖല വിളയാൽ നെല്ല്, കരിമ്പ് അല്ലേ, ചണം, പരുത്തി, തേയില, കാപ്പി, അതൊക്കെ എവിടെയാണ്? ഈ മൺസൂൺ കാലാവസ്ഥാ മേഖലയിലാണ്.
നെല്ല്, ഗോതമ്പ് എന്നിവയൊക്കെ പ്രധാന ആഹാരമാകുന്നു. കരിമ്പ്, ചണം, പരുത്തി എന്നിവ വ്യവസായ ആവശ്യങ്ങൾക്കായി വ്യാപകമായി കൃഷി ചെയ്യുന്നു. തേയില, കാപ്പി, റബ്ബർ എന്നിവ മലഞ്ചെരിവുകളിൽ വലിയ എസ്റ്റേറ്റുകളായിട്ട് കൃഷി ചെയ്യുന്നതാണ്. ഇനി ഇവിടെയുള്ള മഴ ലഭ്യതയിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് സസ്യജാലങ്ങളുടെ ഇനം, വൈവിധ്യം, ഉയരം എന്നിവയിലെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ജന്തുജാലങ്ങളിലും വൈവിധ്യം ഇവിടെ പ്രകടമാണ്. ഇവിടെ ഉള്ളതാണ് പിന്നെ സ്ഥാനമാറ്റ കൃഷി അഥവാ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. എന്താണത്? അത് നമ്മുടെ കൃഷിയിടങ്ങൾ മാറി മാറി കൃഷി ചെയ്യുന്ന സമ്പ്രദായത്തെയാണ് സ്ഥാനമാറ്റ കൃഷി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പൂനം കൃഷി എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു ഭൂപ്രദേശത്ത് കുറേ കാലം കൃഷി ചെയ്തതിന് ശേഷം ആ ഭൂമി തരിശിട്ട് പുതിയ കൃഷിഭൂമിയിലേക്ക് മാറി കൃഷി ചെയ്യുന്നു. ഇപ്പോൾ വൻമരങ്ങൾ മാത്രം നിലനിർത്തി മറ്റുള്ളവയെല്ലാം കത്തിച്ച ശേഷം കൃഷി ഇറക്കുന്ന മറ്റൊരു മാറ്റ കൃഷി രീതിയും നിലവിലുണ്ട്. ഇപ്പോൾ കരിച്ച് കൃഷി ഇറക്കൽ അല്ലെങ്കിൽ സ്ലാഷ് ആൻഡ് ബേൺ എന്നാണ് അതിനെ വിളിക്കുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കാം. അപ്പോൾ വെട്ടിത്തെളിച്ച് തീയിട വനപ്രദേശങ്ങൾ വെട്ടിത്തെളിച്ച് കൃഷി നടത്തുകയും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പുതിയ സ്ഥലത്തേക്ക് മാറുകയും ചെയ്യുന്നതാണ് സ്ഥാനമാറ്റ കൃഷി എന്ന് പറയുന്നത്. ഇത് വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ പേരുകളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഏതൊക്കെയാണെന്നുള്ളത്. വിയറ്റ്നാമിൽ അത് റേ എന്നാണ് അറിയപ്പെടുന്നത്. വിയറ്റ്നാമിൽ റേ. ഇനി ഇന്ത്യയിൽ പൂനം, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ പൂനം കൃഷി എന്നറിയപ്പെടുന്നുണ്ട്, സ്ഥാനമാറ്റ കൃഷി എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ മെക്സിക്കോ. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ, ചോദിക്കും. മെക്സിക്കോയിൽ കോമൈൽ എന്നാണ് അറിയപ്പെടുന്നത് മെക്സിക്കോയിൽ. ദെൻ ബ്രസീലിൽ റോക്ക. ദെൻ മഡഗാസ്കറിൽ തവിയില്ലേ, മഡഗാസ്കർ അതിൽ തവി എന്നാണ് അറിയപ്പെടുന്നത്. ശ്രീലങ്കയിൽ ചെന. ഇന്ത്യയിൽ ജും എന്നറിയപ്പെടും, വടക്ക് കിഴക്കിൽ ജും എന്നറിയപ്പെടും. പിന്നെ ആന്ധ്രാപ്രദേശിൽ പോഡു എന്നറിയപ്പെടും. പിന്നെ പശ്ചിമഘട്ടത്തിൽ കുമറെന്ന് ഒക്കെ അറിയപ്പെടും കേട്ടോ. അപ്പം ഇന്ത്യയിൽ ഈ 3 പേരുകൾ ഓർത്തു വയ്ക്കുക. ജും എന്ന് പറയുമ്പോൾ വടക്ക് കിഴക്ക്, പോഡു ആന്ധ്രാപ്രദേശ്, കുമർ പശ്ചിമഘട്ടം. പിന്നെ തായ്ലൻഡിൽ തമറായി. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല, അപ്പോൾ ഇതും കൂടി നോട്ട് ചെയ്ത് വയ്ക്കണം കേട്ടോ. സ്ഥാനമാറ്റ കൃഷി, മൺസൂൺ മേഖലയിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് അവരുടെ പേരുകൾ. അപ്പോൾ സ്ഥാനമാറ്റ കൃഷിക്ക് പറയുന്ന വേറെ വേറെ പേരുകളാണ് നമ്മൾ പഠിച്ചത്. ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ബാക്കിയുള്ള കാലാവസ്ഥാ മേഖലകൾ പഠിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ MCQ റിവിഷൻ എക്സാം നാളെ രാവിലെ കറക്റ്റ് 6 മണിക്കുണ്ടാവും. അതും കൂടി എല്ലാവരും അറ്റൻഡ് ചെയ്യുക. താങ്ക്